ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ പട്ടാളക്കാർ ഒളിച്ചിരുന്ന രഹസ്യമായ ഒരു ദ്വീപ്. അന്ന് ആ ദ്വീപിൽ ജപ്പാൻ പട്ടാളക്കാർ ഒരുപാട് രഹസ്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അളവറ്റ സമ്പത്ത് ആ ദ്വീപിലെ ഏതോ ഒരു ഗുഹയിൽ അവർ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. നമ്മുടെ ഇന്നത്തെ കാലഘട്ടം ഒരുപാട് പേർ ആ നിധി തേടി ആ ദ്വീപിലേക്ക് പോയി. ആരും ഇന്നേ വരെ തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെ ആ ദ്വീപിലേക്ക് നിധി തേടി പോകുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ കഥയാണ് ഇന്ന് നമ്മൾ ഈ സിനിമയിലൂടെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നേരെ പോവല്ലേ ഈ കഥയിലേക്ക്, കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ കാണിക്കുന്നത് ഇന്തോനേഷ്യയിലെ നിഗൂഢമായിട്ടുള്ള ഒരു ദ്വീപാണ്. ആ ദ്വീപിലേക്ക് അവിടുത്തെ ചില ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും ഇന്ന് നല്ല സന്തോഷത്തിലാണ്. കാരണം എന്താണെന്നറിയോ? ആ ദ്വീപിൽ നിന്നും പുരാതനമായ ചില വസ്തുക്കൾ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ബ്ലാക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ നല്ല കാശ് കിട്ടും. എന്തായാലും അവരെല്ലാവരും നല്ല സന്തോഷത്തിലാണ്. ഈ സമയത്ത് കൂട്ടത്തിലെ ഒരാൾ നമ്പർ 1 വേണ്ടിയിട്ട് കുറച്ചപ്പുറത്തേക്ക് പോവാണ്. എന്നാൽ ആ സമയത്ത് യാദൃശികമായിട്ട് അവൻ എന്തോ ഒന്നിൽ ചവിട്ടുന്നുണ്ട്. എടുത്തു നോക്കുമ്പോൾ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ എന്തോ ഒരു വസ്തുവാണ്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതൊരു അയൺ മാസ്ക് ആണെന്ന് മനസ്സിലായി. പക്ഷെ ഇന്നത്തെ കാലത്ത് ആരും ഇത് ഉപയോഗിക്കില്ല. എന്നാലും ഇത് എവിടുന്ന് വന്നു എന്ന് കരുതിയിട്ട് അവനിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ അവിടെ ഒരു ഗുഹയുടെ മുഖഭാഗം കാണുകയാണ്. ഇവിടെ ഇതുപോലെ ചെറുതും വലുതുമായ ഒരുപാട് ഗുഹകളുണ്ട്. ഒന്നിൽ കയറിക്കഴിഞ്ഞാൽ അത് പിന്നീട് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പരിപാടിയാണ്. സോ ഇത്രയാളുണ്ടായിട്ടും ഇതുവരെ ഇവരാരും കയറാത്ത ഒരു ഗുഹയായിരുന്നു അത്. എന്തായാലും ഇവൻ അതിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. എന്നാൽ ഈ കാര്യം മറ്റാരോടും അവൻ പറയുന്നില്ല. കാരണം ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് എന്തെങ്കിലും കിട്ടിയാൽ അവനത് ഒറ്റയ്ക്ക് എടുക്കാലോ. അപ്പൊ ആ ആർത്തിയുടെ പുറത്താണ് ഈ ഗുഹയുടെ ഉള്ളിലേക്ക് അവൻ പോയിരിക്കുന്നത്. എന്നാൽ അതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അവനാകെ ഞെട്ടിപ്പോവാണ്. കാരണം ഇത് സാധാരണ നാച്ചുറലായിട്ട് ഉണ്ടായ ഒരു ഗുഹയല്ല. ഇതാരോ പണിത് വെച്ചതാണ്. അതിന്റെ താഴ്ഭാഗത്തേക്കായിട്ട് ചെറിയ ചെറിയ ടണലുകൾ പോകുന്നതും അവൻ കാണുന്നുണ്ട്. എന്തായാലും ഉള്ളിലേക്ക് കയറിയ ആവേശം പിന്നീട് ഉണ്ടായിരുന്നില്ല. ചെറിയൊരു പേടി പോലെ തോന്നുകയാണ്. പെട്ടെന്ന് തന്നെ അവൻ അവിടുന്ന് തിരിച്ചു പോകാൻ നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കുഴിയിലേക്ക് പെട്ടെന്ന് അവൻ വീണു പോവാണ്. അവന്റെ നിലവിളി മറ്റാരും കേട്ടില്ല കേട്ടോ. അവൻ എന്ത് സംഭവിച്ചു എന്നൊന്നും പിന്നീട് കാണിക്കുന്നില്ല. അങ്ങനെ ഈ സംഭവം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു. ഇതേ ദ്വീപിലേക്ക് ഒരു പര്യവേഷണത്തിനായിട്ട് ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനിയാണ് വേരനും അതുപോലെ തന്നെ അവന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള ഏഞ്ചലും. പിന്നെ ഇതൊരു പര്യവേഷണ യാത്ര ആയതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചെല്ലാം നല്ല അറിവുള്ള ഒരു ലേഡി ഉണ്ടായിരുന്നു. അവളുടെ പേര് റിയോ എന്നാണ്. ഇതുപോലെ ഇച്ചിരി ഡേഞ്ചർ ആയിട്ടുള്ള ഇങ്ങനത്തെ പരിപാടിക്ക് വരുമ്പോൾ ഇവരുടെ പ്രൊട്ടക്ഷൻ ആയിട്ട് ഒരു ടീം എന്തായാലും വേണമല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ആൾക്കാരെയും വാരൻ കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അവരുടെ ക്യാപ്റ്റനാണ് ടൈനോ. മാത്രമല്ല ഈ ടൈനോയുടെ ഗ്രൂപ്പിലുള്ള പ്രധാനപ്പെട്ട ആളാണ് സ്റ്റാൻലി. സ്റ്റാൻലിക്കും അത്യാവശ്യം ഈ പുരാവസ്തുവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ അത്യാവശ്യം ധാരണയുണ്ട്. അല്ല, ഇവരെന്തിനാണ് ആരും വരാത്ത ഈ ഒരു ദ്വീപിലേക്ക് ഇപ്പൊ വന്നിരിക്കുന്നത്? അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. അതായത് ഈ വാരന് ഈ ഒരു ദ്വീപിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. വർഷങ്ങൾക്ക് മുന്നേ ജപ്പാനിന്റെ ആർമി ഈ ഒരു ദ്വീപിൽ കുറേയധികം നാൾ താമസിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ കൊള്ളയടിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാടധികം നിധി ഈ ദ്വീപിലെ ഏതോ ഒരു ഗുഹയിൽ അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഏതു ഗുഹയാണെന്ന് ഇവർക്ക് യാതൊരു ധാരണയില്ല. കാരണം എണ്ണിയാൽ തീരാത്ത അത്ര ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാടധികം ഗുഹകൾ ഈ ദ്വീപിന്റെ പല ഭാഗത്തായിട്ടുണ്ട്. എന്തായാലും അതിന്റെ ഉള്ളിലേക്കൊന്നും കടക്കാതെ ഇവർ ചെറിയ രീതിയിലുള്ള സെർച്ചിങ് എല്ലാം ആരംഭിച്ചിട്ടുണ്ട്. ഈ സമയത്താണ് ആ കൂട്ടത്തിലെ ഒരാൾ എന്തോ ഒന്ന് കണ്ട് നിലവിളിക്കുന്നത്. നോക്കുമ്പോൾ ഒരു തലയോട്ടിയായിരുന്നു. ആ തലയോട്ടി കണ്ടപാട് തന്നെ വാരന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള ഏഞ്ചലൊക്കെ ആകെ പേടിച്ചു പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇതേ സമയത്ത് തന്നെ ആ ഗുഹയുടെ ഉള്ളിൽ നിന്നും ചിരിച്ചുകൊണ്ട് ഒരുത്തൻ പുറത്തേക്ക് ചാടി വരുന്നുണ്ട്. ക്യാപ്റ്റൻ ടൈനോയുടെ കൂട്ടത്തിലുള്ള ഒരുത്തനാണ് ഇവൻ തന്നെ വിളിക്കുന്നത് ടൈഗർ എന്നാണ്. ഭീമന്റെ ശരീരം ഉണ്ടെങ്കിലും ആളൊരു മണ്ടനാണ്. ഇപ്പൊ വാരൻ ക്യാപ്റ്റൻ ടൈനോട് പറയാണ്, നമ്മളിവിടെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇതിന്റെ ഇടയിൽ ഇമാതിരി തമാശയൊന്നും വേണ്ടാന്ന് പറഞ്ഞേക്കെന്ന് പറയണം. എന്നാൽ ഈ സമയത്താണ് ഇവർ അവിടെ വെച്ച് യാദൃശികമായിട്ട് ഒരു കാര്യം കാണുന്നത്. ഒരു ബങ്കറിലേക്കുള്ള ഒരു പഴയ വാതിൽ. പണ്ടത്തെ ജപ്പാൻ പട്ടാളക്കാരുണ്ടാക്കി വെച്ച ഗുഹയിലേക്കുള്ള ഒരു വാതിലാണ്. എന്നാൽ ഒറ്റയടിക്ക് അതിന്റെ ഉള്ളിലേക്ക് പോകാനുള്ള ഭയം കാരണം വാരൻ ഇപ്പോ റിയോയോട് പറയണം, നീ എന്തായാലും അതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്ക്, എന്തെങ്കിലും കിട്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കെന്ന് പറയണം. എന്നാൽ റിയോയ്ക്ക് അത് കാണുമ്പോൾ തന്നെ പേടിയാവുകയാണ്. ഒറ്റയ്ക്ക് അവൾ ഉള്ളിലേക്ക് പോകില്ല എന്ന് പറയണം. അതുകൊണ്ട് തന്നെ റിയോയുടെ കൂടെ ഈ വേരനും ഉള്ളിലേക്ക് പോയിട്ട് ആ ഗുഹയിൽ എന്തൊക്കെയുണ്ട് എന്ന് പരിശോധിച്ച് നോക്കുകയാണ്. കുറെ പഴയ വസ്തുക്കൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇവർ ഉള്ളിൽ നിന്നും പരിശോധന നടത്തുന്ന സമയത്ത് പുറത്തുണ്ടായിരുന്ന ക്യാപ്റ്റൻ ടൈനോ ഇപ്പൊ സ്റ്റാൻലിയോട് ഒരു കാര്യം ചോദിക്കുകയാണ്. അല്ല, ഈ പഴയ ഗുഹയിലെ ഈ പഴയ സാധനങ്ങൾ എടുക്കാനാണോ ഇയാൾ ഇത്രയും കാശ് മുടക്കി ഇങ്ങോട്ടേക്ക് വന്നത്? ഇപ്പൊ സ്റ്റാൻലി പറയാണ്, ഇവരൊക്കെ പണക്കാരല്ലേ, ഇവരുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ശരിയാണ്, വാരൻ ഇങ്ങോട്ടേക്ക് വന്നതിന് വേറെ പല ഉദ്ദേശങ്ങളുണ്ട്. ഇപ്പൊ വാരനും റിയോയും അവിടെ പരിശോധിക്കുന്ന സമയത്ത് 2 മൃതദേഹങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്. അതായത് വെറും അസ്ഥി മാത്രമാണ്. എന്നാൽ അത് പരിശോധിച്ചപ്പോൾ ഇവർക്കൊരു കാര്യം മനസ്സിലായി. അതായത് രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ജപ്പാൻ പട്ടാളക്കാരുടെ ഡെഡ് ബോഡിയാണിത്. അതുപോലെ തന്നെ റിയ ഇപ്പോ വാരനോട് പറയാണ്, വാരൻ, നമ്മൾ സംശയിച്ചതുപോലെ തന്നെ ഒരു നിധിയുടെ വലിയ ശേഖരണം ഇവിടെ എവിടെയോ ഉണ്ട്. എന്തായാലും പട്ടാളക്കാർ ഇവിടെ വന്നിട്ട് നല്ല രീതിയിൽ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. മിക്കവാറും അവർ ഒളിപ്പിച്ചിരിക്കുന്ന ആ ഒരു നിധി ഇവിടെ എവിടെയോ തന്നെയാണ്. ഇത് കേട്ട സമയത്ത് വാരന് ഭയങ്കരമായിട്ട് സന്തോഷമാവുകയാണ്. എന്തായാലും പിന്നീട് ആ ഒരു ചെറിയ ഗുഹ വിട്ട് ഇവർ പുറത്തേക്ക് വരികയാണ്. അതായത് മറ്റൊരു ഗുഹ കണ്ടെത്തണം, എല്ലാ ഭാഗവും അരിച്ച് പെറുക്കിയെടുക്കണം. എന്നാൽ മാത്രമേ ആ ഒരു നിധിയിലേക്ക് ഇവർക്ക്
എത്താൻ കഴിയുള്ളൂ. അങ്ങനെ ആ കാട്ടിലൂടെ ഇവർ നടക്കുകയാണ്. ആ സമയത്ത് ഇവർക്കൊരു കാര്യം മനസ്സിലായി, എന്തിനാണ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ പട്ടാളക്കാർ ഈ ദ്വീപിലേക്ക് വന്നതെന്ന്. കാരണം ഇവിടെ വന്ന് ഒളിച്ചിരുന്നാൽ അത്ര പെട്ടെന്നൊന്നും കണ്ടെത്താൻ കഴിയില്ല. അത്രയും ദുർഘടമായ ഏരിയകളാണ് ഇതിന്റെ പല ഭാഗങ്ങളും. അങ്ങനെ ഇവർ നടന്നിട്ട് ഒരു വലിയ മൈനിങ് ഏരിയയുടെ അടുത്തേക്ക്, അതായത് ഒരു ഖനിയിലേക്ക് എത്തുകയാണ്. ഇപ്പൊ അത് പ്രവർത്തിക്കുന്നൊന്നുമില്ല, അതിന്റെ പല ഭാഗവും തകർന്നു പോയിട്ടുണ്ട്. ആ ഭാഗം മുഴുവനും ഇവരിങ്ങനെ സൂക്ഷ്മമായി നോക്കുന്ന സമയത്ത് വലിയ ഇരുമ്പിന്റെ ഒരു വാതിൽ ഇവർ കാണുകയാണ്. അപ്പൊ അത് കണ്ടപാട് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാന്ന് വേരൻ ഇപ്പോൾ എല്ലാവരോടും പറഞ്ഞപ്പോൾ ക്യാപ്റ്റൻ ടൈന് പറയണ, സാറേ അങ്ങോട്ടേക്ക് പോകുന്നത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല, നമുക്ക് പോകണോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ വാരൻ പറയണം, തീർച്ചയായിട്ടും അങ്ങോട്ടേക്ക് എന്തായാലും പോകണം. അതായത് അറിയാലോ, വേരന്റെ ഉദ്ദേശം ആ നിധിയെടുക്കൽ മാത്രമാണ്, അതിനുവേണ്ടി അയാൾ എന്തും ചെയ്യും. അങ്ങനെ ഇവർ അങ്ങോട്ടേക്ക് ചെന്നു. അതുപോലെ തന്നെ ക്യാപ്റ്റന്റെ ടീമിലെ ടൈഗർ പോയിട്ട് ആ ഒരു വാതിൽ ശക്തിയായിട്ട് തള്ളി തുറക്കുകയാണ്. ആ നേരത്ത് ആ ഗുഹയുടെ ഉള്ളിൽ നിന്നും വല്ലാത്തൊരു ദുർഗന്ധം പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് നാളായിട്ട് പൂട്ടിയിട്ട ഒരു വാതിലാണ്. എന്നാൽ പെട്ടെന്നാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. ഇവർക്ക് നേരെ ആരോ വെടിവെക്കുകയാണ്. പെട്ടെന്നായതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോവാണ്. ക്യാപ്റ്റൻ ടൈനോ വേഗം തന്നെ ഓടി ചെല്ലുന്നത് വേരനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. കാരണം അതാണല്ലോ അവന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇവരെ ഇപ്പോൾ അവിടുന്ന് ഒളിച്ചിരുന്ന് വെടിവെക്കുന്നത് മറ്റാരുമല്ല, ഈ ഒരു ഏരിയയിൽ തന്നെയുള്ള ലോക്കൽ ആയിട്ടുള്ള റൗഡീസ് ആണ്. അവർ എണ്ണത്തിൽ കൂടുതലുള്ളത് കൊണ്ട് എന്തായാലും അവരെ വെടിവെച്ച് തോൽപ്പിക്കാനൊന്നും ഇവരെ കൊണ്ട് കഴിയില്ല. ക്യാപ്റ്റൻ ടൈനെ ഇപ്പോൾ നോക്കുന്നത് എങ്ങനെയെങ്കിലും എല്ലാവരും സുരക്ഷിതരായിട്ട് ഒരു സ്ഥലത്തേക്ക് മാറ്റണം. അതിനൊറ്റ വഴിയുള്ളൂ, ഇപ്പൊ തുറന്ന ഈ ഗുഹയുടെ ഉള്ളിലേക്ക് കയറുക. അങ്ങനെ വേഗം തന്നെ വേരനെയും അദ്ദേഹത്തിന്റെ ആ ഒരു ഗേൾഫ്രണ്ടിനെയും എല്ലാവരും വേഗം തന്നെ ക്യാപ്റ്റൻ ടൈനെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ ഇതേ നേരം മുകളിൽ നിന്നും വെടിവെക്കുന്നവർ ഒരു ഗ്രാനേഡ് എടുത്ത് താഴേക്ക് എറിയാണ്. അത് നേരെ വന്ന് വീണത് ഗുഹയുടെ മുഖഭാഗത്തും. അത് അവിടെ വെച്ച് പൊട്ടുകയാണ്. ഒരുപാട് കല്ലുകൾ തകർന്ന് ആ ഗുഹയുടെ മുന്നിലേക്ക് വീഴുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും എല്ലാവരും രക്ഷപ്പെട്ട് ഗുഹയുടെ ഉള്ളിലേക്ക് കയറിയെങ്കിലും നമ്മുടെ ക്യാപ്റ്റൻ ടൈനോയുടെ ടീമിലെ ഒരാൾ അതിൽ പെട്ടുപോവാണ്. അവന്റെ പേര് ജോണ് എന്നാണ്. ദേഹത്ത് കല്ലുകൾ വന്ന് വീണ് മാരകമായ പരിക്ക് അവന്റെ ദേഹത്താവുകയാണ്. ബാക്കിയുള്ള എല്ലാവരും കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് കേട്ടോ. എന്തായാലും ആ ഒരു ഗുഹയുടെ ഉള്ളിൽ ഇപ്പൊ എല്ലാവരും ട്രാപ്പ് ആയി കിടക്കുകയാണ്. എങ്ങനെ പുറത്തേക്ക് പോകണം എന്ന് പോലും ഇവർക്ക് അറിയുന്നില്ല. ഗുഹയിലാണെങ്കിൽ വല്ലാത്തൊരു ദുർഗന്ധമുണ്ട്. മാത്രമല്ല എല്ലാവർക്കും നല്ല രീതിയിൽ പേടിയാവുകയാണ്. ഈ സമയത്ത് ക്യാപ്റ്റൻ ടൈനെ ചോദിക്കുന്നുണ്ട്, അല്ല ആ ലോക്കൽ റൗഡീസ് അവരെന്തിനാണ് നമ്മൾക്ക് നേരെ ഷൂട്ട് ചെയ്തത്? എന്തിനാണ് അവർ നമ്മളെ കൊല്ലാൻ നോക്കിയത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഈ സമയത്താണ് വേരൻ അവൻ വന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം അതെന്താണെന്ന് പറയുന്നത്. അതായത് വർഷങ്ങൾക്ക് മുന്നേ അവന്റെ അച്ഛനും ഇതേ ദ്വീപിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ജപ്പാൻ പട്ടാളക്കാർ അവരുടെ കയ്യിലുണ്ടായിരുന്ന വലിയ നിധി അത് ഇവിടെയാണ് ഒളിപ്പിച്ചിട്ടുള്ളത്. അത് തേടി എന്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്റെ അച്ഛന് എന്നല്ല, ആർക്കും അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ആ നിധി തേടി ഇപ്പോഴും ആൾക്കാർ ഈ ഒരു ദ്വീപിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ മനസ്സിലായോ എന്തിനാണ് ആ റൗഡികൾ നമ്മളെ വെടിവെച്ചതെന്ന്? നമ്മൾ ആ ഒരു നിധി എടുക്കാൻ വന്നതാണ് എന്ന് കരുതിയിട്ടാണ് അവർ വെടിവെച്ചത്. സത്യത്തിൽ നമ്മൾ വന്നതിനും അതിനുവേണ്ടി തന്നെയാണ്. എന്നാൽ ഇത് കേട്ടപ്പോൾ ക്യാപ്റ്റൻ ടൈനോ പറയണ്, നിങ്ങൾ എന്തീ പറയുന്നത്? വെറും ഒരു പര്യവേഷണം മാത്രമാണ് എന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവന്നത്? ഇതാ ഇപ്പൊ തന്നെ എന്റെ ടീമിലെ ഒരാൾ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്. ഇതിനെല്ലാത്തിനും കാരണക്കാരൻ നിങ്ങളാണ്. ഇനി നിങ്ങളുടെ ഈ ഒരു മിഷന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ കൂടെ വരാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. സേഫ് ആയിട്ട് ഇവിടുന്ന് പുറത്ത് കിടക്കാൻ മാത്രമേ നമ്മൾ ഇനി നോക്കുന്നുള്ളൂ. എന്തായാലും വന്ന വഴിക്ക് ഇവർക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. മറ്റൊരു വഴി എങ്ങനെയെങ്കിലും കണ്ടെത്തിയേ മതിയാവുള്ളൂ. അങ്ങനെ അവർ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് വെറും ഒരു ടണലായിരുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, പെട്ടെന്ന് അതിന്റെ ആ ഒരു രൂപം മാറാൻ തുടങ്ങുകയാണ്. പല ഭാഗത്തും വലിയ വലിയ ഹാളുകൾ. ശരിക്കും ഇത് കണ്ട് ഇവരാകെ ഞെട്ടിപ്പോവാണ്. അതായത് ഇത് വെറും ഒരു ഗുഹയല്ല, ഒരു അണ്ടർഗ്രൗണ്ട് ബേസ്മെന്റ് തന്നെയാണ്. എന്തായാലും ഇതിലൂടെ അവർ മുന്നോട്ടേക്ക് നടക്കുമ്പോൾ എല്ലാവരും വീണ്ടും വീണ്ടും അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്രയും വലിയൊരു നിർമ്മിതി, അതും ഭൂമിയുടെ അടിഭാഗത്തായിട്ട്. ശരിക്കും വേരനും അയാളുടെ ഗേൾഫ്രണ്ടൊക്കെ ആകെ ഇങ്ങനെ കണ്ണും തള്ളി നോക്കി നിൽക്കുകയാണ്. അവർ കേട്ട കഥകളൊക്കെ സത്യമാണ്. മിക്കവാറും ഇവിടെ ആ ഒരു നിധി ഉണ്ടാവും. അങ്ങനെ വീണ്ടും അവർ മുന്നോട്ടേക്ക് പോയ സമയത്ത് വലിയൊരു എന്താ പറയാ, ഒരു കുഴി പോലത്തെ ഒരു സ്ഥലം കാണുകയാണ്. അതിന്റെ അപ്പുറത്ത് വീണ്ടും മറ്റൊരു ഗുഹ കാണുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഈ കുഴിയുടെ മുകളിലൂടെ ഒരു മരത്തിന്റെ തൂക്കുപാലം ഉണ്ട് കേട്ടോ. ചെറിയൊരു പേടിയുണ്ടെങ്കിലും ക്യാപ്റ്റൻ ടൈനോ ആദ്യം ആ പാലത്തിലേക്ക് കയറുകയാണ്. നല്ല പഴക്കമുള്ളത് കൊണ്ട് തന്നെ അത് പൊട്ടി താഴേക്ക് വീഴോ എന്നുള്ളൊരു പേടി ഇയാൾക്ക് ഉണ്ടായിരുന്നു. എന്തായാലും അതിന്റെ മുകളിലേക്ക് കയറി. ഭാഗ്യത്തിന് പൊട്ടി വീണില്ല. അങ്ങനെ ക്യാപ്റ്റൻ മുന്നിലൂടെ നടക്കുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാവരും പിറകിലൂടെ വരികയാണ്. എന്നാൽ ആ പാലത്തിന്റെ സെന്ററിൽ എത്തിയ സമയത്ത് പെട്ടെന്നൊരു കാര്യം സംഭവിക്കുകയാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ഉണ്ടായിരുന്ന ബൾബുകൾ കത്തുകയാണ്. ഇവരാകെ ഞെട്ടിപ്പോയി. അതായത് ഇത്രയും വർഷം പഴക്കമുള്ള ഈ ഗുഹയുടെ ഉള്ളിൽ എങ്ങനെയാണ് ഈ ലൈറ്റുകൾ കത്തുന്നത്? അപ്പൊ ഇവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടോ? ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരു കൂട്ടം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിനൊന്നും ഉത്തരം കൊടുക്കാൻ അവിടെ ആരുമില്ല. എല്ലാവരും ആ ചോദ്യങ്ങൾ മനസ്സിൽ വെച്ച് ആ പാലത്തിലൂടെ അത് കടന്ന് അപ്പുറത്തേക്ക് എത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ചെറിയൊരു ഗുഹയുടെ മുൻഭാഗം പോലെയായിരുന്നു ആ ഒരു സ്ഥലം. അതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അതും ഒരു സ്റ്റോറേജ് സ്പേസ് ആയിരുന്നു. അവിടെ ഒരുപാട് ഷെൽഫുകളുണ്ട്, ഇരുമ്പിന്റെ പെട്ടികളുണ്ട്, ടേബിളുകളുണ്ട്. ഇവർ നോക്കുമ്പോൾ അവിടെയെല്ലാം ഒരുപാടധികം
ഗ്ലാസിന്റെ ബോട്ടിൽസ് ഉണ്ട്, അതിലൊക്കെ എന്തൊക്കെയോ കെമിക്കൽ ഉണ്ട്. എല്ലാവരും അതന്നെ അങ്ങനെ സൂക്ഷിച്ചു നോക്കുകയാണ്. എന്നാൽ കൂട്ടത്തിലുണ്ടായിരുന്ന നമ്മുടെ റിയോ ഉണ്ടല്ലോ, അവള് നോക്കിയത് അവിടെ വെച്ചിരുന്ന ഒരു പ്രത്യേകതരം മാസ്കിലേക്കാണ്. ആ മാസ്ക് കണ്ടപാട് തന്നെ റിയോ പറയുന്നുണ്ട്, ഇത് സാധാരണ ഇവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ ധരിച്ചിരുന്ന മാസ്ക് അല്ല, ഇത് ധരിക്കുന്നത് ലാബിൽ പരീക്ഷണങ്ങൾ നടത്തുന്ന സയന്റിസ്റ്റുകളാണ്. അതിനർത്ഥം ഇത് വെറും ഒരു ഖനിയല്ല, ഇതൊരു പരീക്ഷണശാലയായിരുന്നു, ഒരു ലാബ് ആയിരുന്നു എന്നല്ലേ. എനിക്ക് എന്തൊക്കെയോ ചില സംശയങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ മുഴുവൻ പരിശോധിക്കുക, എന്തെങ്കിലും കിട്ടിയാൽ എന്നോടൊന്നും പറയുന്നു പറയണം. അങ്ങനെ ഓരോരുത്തരും പരിശോധിക്കുന്നുണ്ട്, പല വിവരങ്ങളും കിട്ടുന്നുണ്ട്, കുറച്ചധികം ഫോട്ടോസ്, ചില ഡോക്യുമെന്റ്സ്. ഈ ഫോട്ടോസ് നോക്കിയും ഡോക്യുമെന്റ്സ് വായിച്ചും റിയോ ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അവളാകെ ഞെട്ടിപ്പോയി. എന്തായിരുന്നു ഈ സ്ഥലം എന്നും എന്താണ് ഇവിടെ വെച്ച് ചെയ്യുന്നത് എന്നും അറിഞ്ഞപ്പോ അവള് ശരിക്കും ഞെട്ടിപ്പോയി. അതായത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ പട്ടാളക്കാർ അവർ പിടിച്ച അവരുടെ ശത്രുക്കളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ആ മനുഷ്യരുടെ ദേഹത്ത് പലതരം പരീക്ഷണങ്ങൾ ചെയ്തു. പുതുതായിട്ട് കണ്ടുപിടിച്ച പലതരം കെമിക്കൽസ് അവരിലേക്ക് ഇഞ്ചക്ട് ചെയ്തു. അവരുടെ ദേഹത്ത് ജനറ്റിക്കൽ സ്റ്റഡി നടത്തി. അതായത് സത്യം പറഞ്ഞാൽ ആ മനുഷ്യരൊക്കെ ഇവിടെ വെച്ച് മാരകമായ രീതിയിൽ ടോർച്ചർ ചെയ്യായിരുന്നു. കാരണം ആ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അത്രയും പെയിൻഫുൾ ആണ്. അവരെന്തൊക്കെയാ ഇവിടെ വെച്ച് കാണിച്ചു കൂട്ടിയെന്ന് മുഴുവനായിട്ടും വായിച്ചു തീർക്കാനായിട്ട് റിയോയ്ക്ക് പറ്റിയില്ല കേട്ടോ. അവൾ അത്രയും പേടിച്ചു പോയി. കാരണം കുറച്ചു വർഷങ്ങൾക്ക് മുന്നേ ഇതൊരു നരകമായിരുന്നു. അന്നത്തെ ജപ്പാൻ പട്ടാളക്കാരും ജപ്പാൻ സയന്റിസ്റ്റുകളും പുറം ലോകം അറിയാതെ എന്തൊക്കെ കാര്യങ്ങളാ ഇവിടെ വെച്ച് ചെയ്ത് കൂട്ടിയെന്ന് ആർക്കും പറയാൻ പോലും പറ്റില്ല. ഈ സമയത്ത് ക്യാപ്റ്റൻ പറയാണ്, അല്ല ഇവിടെ നിധിയുണ്ട് എന്നുള്ള കഥ ആരാണ് ഉണ്ടാക്കിയത്? ഇതൊരിക്കലും സത്യമാകാൻ സാധ്യതയില്ല. ഇപ്പൊ വാരനും ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ശരിയാണ്, ഇവിടെ ആളുകൾ പറഞ്ഞു പരത്തിയതുപോലെയുള്ള നിധിശേഖരമൊന്നുമില്ല. ഇത് വല്ലാത്തൊരു അപകടം പിടിച്ച സ്ഥലം തന്നെയാണ്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ട് നമ്മൾ പുറത്തേക്ക് കിടക്കണം. ഇതേ നേരം ആ മുറിയുടെ പുറത്ത് കാവലിനായിട്ട് നിന്നിരുന്ന ടൈഗർ ഉണ്ടല്ലോ, അവൻ എന്തോ ഒരു ഫീലിംഗ്, അവന്റെ പിറകിൽ ആരും ഉണ്ട്, അവൻ ആരോ നോക്കുന്നുണ്ട്. സത്യമായിരുന്നു, മാസ്ക് ഇട്ട ഏതോ ഒരാൾ അവനെ നോക്കുന്നത് പോലെ നമ്മളെ കാണിക്കുന്നുണ്ട്, എന്നാൽ വ്യക്തമായിട്ട് നമ്മളെ കാണിക്കുന്നില്ല. എന്തായാലും ഇത് ഫീലായ സമയത്ത് തന്നെ ടൈഗർ തിരിഞ്ഞു നോക്കുകയാണ്. എന്നാൽ അവൻ അവിടെ ആരെയും കണ്ടില്ല. ഇതേ സമയം ഉള്ളിലുണ്ടായിരുന്ന നമ്മുടെ റിയോ ഉണ്ടല്ലോ, അവൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഇത് നമ്മൾ വിചാരിച്ചതുപോലെ ഒരു സ്ഥലമല്ല, പണ്ട് ഇതൊരു വലിയ ആശുപത്രിയായിരുന്നു, പിന്നീട് ഇതൊരു ലാബാക്കി മാറ്റി. ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് വളരെ ക്രൂരമായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തി. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആ പരീക്ഷണങ്ങൾ അത് ജനറ്റിക്കൽ സ്റ്റഡി ആയിരുന്നു. ഒരു സാധാരണ മനുഷ്യനെ മറ്റൊരു ജന്തുവാക്കി മാറ്റുന്ന ഒരു വല്ലാത്തൊരു പരീക്ഷണം. നമ്മൾ തേടി വന്നത് സ്വർണ്ണമാണെങ്കിലും ആ സ്വർണം ഇവിടെ ഉണ്ട് എന്നതിനെ കുറിച്ച് തെളിവൊന്നും ഇത്രയും നേരമായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ആ കൂട്ടത്തിലെ വേറെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, അല്ല സ്വർണം ഇവിടെ പൂർണ്ണമായിട്ടും ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഇല്ല എന്ന രീതിയിൽ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഒരു പ്രതീക്ഷയുണ്ട്, സ്വർണം നമുക്ക് വേണമെങ്കിൽ കണ്ടെത്താം, ഒന്ന് തിരഞ്ഞു നോക്കാമെന്ന് ഈ പട്ടാളക്കാരുടെ കൂട്ടത്തിലെ ചില ആൾക്കാർ പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ക്യാപ്റ്റൻ ഇപ്പൊ അവന്മാരെ നോക്കുകയാണ്. എടാ നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ഇപ്പൊ നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കണ്ടെന്ന് ക്യാപ്റ്റൻ വാൺ ചെയ്യുന്നുണ്ട്. എന്നാ മനുഷ്യനല്ലേ, സ്വർണം, സമ്പത്ത്, പണം എന്നൊക്കെ കേട്ടാൽ മനസ്സ് മാറാതിരിക്കുവോ? എന്തായാലും ക്യാപ്റ്റൻ പറയാണ്, ഓക്കെ ഇനിയിപ്പോൾ ആരെങ്കിലും മനസ്സിൽ സ്വർണം എടുക്കാനുള്ള ആ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മറന്നേക്ക്. എന്തായാലും നമുക്കിനി ഇവിടെ നിൽക്കാൻ കഴിയില്ല, എത്രയും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് കിടക്കണം. ആ വഴിയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ആരെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാർ എന്റെ കൂടെ വാ, നമുക്ക് പുറത്തേക്കുള്ള വഴി കണ്ടുപിടിക്കാന്ന് പറയണം. എന്നാൽ ഇതേ സമയത്ത് തന്നെ വാരൻ പറയാണ്, അല്ല സ്വർണ്ണം ഇല്ലാന്ന് 100% അങ്ങ് പറയാനൊന്നും പറ്റില്ലല്ലോ, അതുപോലെ ഞാൻ കാശ് മുടക്കിയിട്ടാണ് നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് എന്തായാലും ഇവിടെ വെച്ച് സ്വർണം കണ്ടെത്തിയേ മതിയാവുള്ളൂ. അതായത് ഇത്രയും ദൂരം വന്നതല്ലേ, നമുക്ക് എന്തായാലും ഇവിടെ മുഴുവനൊന്നും അരിച്ച് പരിശോധിച്ചൂടെ? പിന്നെ വേറൊരു കാര്യം, ഇവിടെ വെച്ച് സ്വർണം കിട്ടുകയാണെങ്കിൽ അതെനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. എന്തായാലും വാരൻ പറഞ്ഞതുപോലെ ഇനിയും സ്വർണം തപ്പി പോകാൻ വേണ്ടി നമ്മുടെ ക്യാപ്റ്റന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റനും നമ്മുടെ റിയോയും അതുപോലെ തന്നെ തീരെ വയ്യാത്ത ഒരു പട്ടാളക്കാരനുണ്ടല്ലോ ജോൺ, അവർ 3 പേരും മാത്രം ഈ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. ബാക്കിയുള്ള എല്ലാവരും സ്വർണം എവിടെന്നെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി തപ്പി പോവുകയാണ്. ഇപ്പൊ അവിടെ നമ്മുടെ റിയോ അതുപോലെ തന്നെ ക്യാപ്റ്റൻ മാത്രമല്ലേ ഉള്ളൂ, അതുപോലെ തന്നെ വയ്യാതെ കിടക്കുന്ന ജോണും. ഇപ്പൊ ക്യാപ്റ്റൻ റിയോയോട് തുറന്ന് സംസാരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവിടുന്ന് എല്ലാവരും രക്ഷപ്പെടുത്താൻ ഞാൻ നോക്കുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നത് എന്ന് നിനക്ക് അറിയോ? കാരണം ഞാൻ യുദ്ധം ഒരുപാട് ചെയ്തിട്ടുള്ള ആളാണ്, ഞാനൊരു പട്ടാളക്കാരനാണ്, ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്, പല സമയത്തും വളരെ സെൽഫിഷ് ആയിട്ട് പെരുമാറിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് അതെല്ലാം ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു കുറ്റബോധം. ആ നിധി എടുക്കാനോ അല്ലെങ്കിൽ സമ്പന്നനാവാനോ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, ഇവിടെയുള്ള ആൾക്കാരുടെ ജീവൻ, അതാണ് ഇപ്പൊ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാമെന്ന് ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അയാളുടെ ഉള്ളിൽ ആ ഒരു സങ്കടവും അല്ലെങ്കിൽ അയാളുടെ ആ ഒരു ഉദ്ദേശമൊക്കെ നന്നായിട്ട് മനസ്സിലായി റിയോ പറയാണ്, നമുക്ക് എന്തായാലും കുറച്ചു നേരം കൂടെ കാത്തിരുന്ന് നോക്കാം, അവരെന്തായാലും അധികം വൈകാതെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമായിരിക്കും. ഇതേ സമയത്ത് തന്നെ പട്ടാളക്കാരുടെ ഒരു ടീമും വാരനും അതുപോലെ തന്നെ അവന്റെ ഗേൾഫ്രണ്ട് ഏഞ്ചലും കൂടിയിട്ട് ആ ഒരു സ്ഥലം മുഴുവനായിട്ടും പതിയെ അങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിലും ചുമര് കെട്ടി അടച്ച ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ ആ ഒരു ഏരിയ മുഴുവനായിട്ടും. എന്തായാലും അതിലൂടെ എല്ലാം ഇവർ പരിശോധിച്ച് അങ്ങനെ പോകുന്നുണ്ട്. ഓരോ മുറികളായിട്ട് ഇവർ കാണുന്നുണ്ട്. ഇപ്പോൾ ജയില് പോലെയുള്ള ഒരു റൂം കാണുന്നുണ്ട്. അവിടെ കുറേയധികം
കുറേയധികം വസ്തുക്കൾ വെച്ചിട്ടുണ്ട്. അവിടെ വെച്ച് ഇപ്പൊ വാരന് ഒരു തൊപ്പി കിട്ടുകയാണ്, ഒരു ഹെൽമെറ്റ്. അതിൽ US മിലിറ്ററി എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങോട്ടേക്ക് അമേരിക്കൻ പട്ടാളക്കാർ വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ജപ്പാൻകാർ തന്നെ പിടിച്ചു കൊണ്ടുവന്നതായിരിക്കണം. അവർക്കെല്ലാം എന്ത് സംഭവിച്ചു എന്നൊന്നും ഇവർക്കിപ്പോ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തായാലും വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. മറ്റൊരു വലിയ വാതിൽ കാണുന്നുണ്ട്. ഒരു സ്റ്റോറേജ് റൂമായിരുന്നു. അത് തുറന്ന് ഉള്ളിലേക്ക് കയറിയ സമയത്ത് അവർ കുറേയധികം ഗ്ലാസ് ജാറുകൾ കാണുകയാണ്. അതായത് അവിടെ ഉണ്ടായിരുന്ന ഷെൽഫുകളിൽ. അതിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവർ ഒരു കാര്യം കണ്ട് ഞെട്ടുകയാണ്. ഇതിലെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല, മനുഷ്യ ശരീരങ്ങളാണ്, മനുഷ്യരുടെ അവയവങ്ങളാണ്. അതുപോലെ തന്നെ ഓപ്പറേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേബിളുകൾ, അതിനുപയോഗിക്കുന്ന ആയുധങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ, അതിൽ എഴുതി വെച്ച കാര്യങ്ങൾ, ഇതെല്ലാം ഇവർ നോക്കുമ്പോൾ എല്ലാവർക്കും ഉള്ളിൽ ചെറിയൊരു പേടി തോന്നുന്നുണ്ട്. അതായത് സാധാരണ ഒരു പരീക്ഷണമല്ല ഇവിടെ നടത്തിയിരിക്കുന്നത്. മനുഷ്യനെ മറ്റെന്തോ ഒരു ജന്തുവാക്കി മാറ്റുന്ന ഒരു പരീക്ഷണമാണ്. വളരെ ഭീകരമായിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു പുസ്തകത്തിൽ ഇവരെല്ലാവരും കാണുന്നത് കേട്ടോ. ഇതെല്ലാം കണ്ട് എല്ലാ പട്ടാളക്കാരും ഏകദേശം ഒന്ന് പേടിച്ചു നിൽക്കുകയാണ്. എന്നാൽ ആ സമയത്ത് വാരനും അവന്റെ ഗേൾഫ്രണ്ടിനും ഇപ്പോഴും അറിയേണ്ടത് എന്നാലും ആ ഒരു നിധി അതെവിടെയായിരിക്കും? ഈ വിഡ്ഢികൾക്ക് മര്യാദക്കൊന്ന് ചിന്തിച്ചുകൂടെ? ഇവിടെ നിധിയൊന്നും ഉണ്ടാവില്ല എന്ന്. എന്നാലും ഉള്ളിലെ ആ ഒരു ദുരാഗ്രഹം കാരണം ഉണ്ടാവും എന്ന ആ ഒരു പ്രതീക്ഷയിൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കാതെ വീണ്ടും ആ ഒരു നിധി തേടി പോവാണ് ഇവര്. ഈ സമയത്ത് ഒരു ശബ്ദം കേട്ട് ഇവരെല്ലാവരും അങ്ങോട്ടേക്ക് ഓടി ചെല്ലുകയാണ്. അതായത് നേരത്തെ വയ്യാതെ കിടന്നിരുന്ന ജോൺ ഉണ്ടല്ലോ, അവൻ കിടന്ന ഭാഗത്ത് അതിന്റെ അടിയിൽ ഒരു കുഴി പോലെ എന്തോന്നുണ്ടായി. അവൻ അതിന്റെ ഉള്ളിലേക്ക് എന്തോ ഒന്ന് വലിച്ചെടുത്തു കൊണ്ടുപോയി. എല്ലാവരും വന്ന് നോക്കുമ്പോൾ ജോൺ അവിടെ കാണാനില്ല. അപ്പൊ തന്നെ നമ്മുടെ ക്യാപ്റ്റനും അതുപോലെ റിയോയും കൂടെ ആ ഒരു കുഴിയിലേക്ക് എടുത്ത് ചാടുകയാണ്. അതിന്റെ ഉള്ളിലേക്ക് ഇവർ ഇറങ്ങിയപ്പോ ഒരു കുഞ്ഞു ടണൽ, അതായത് നമുക്ക് നിവർന്ന് നിൽക്കാനൊന്നും കഴിയില്ല, കുനിഞ്ഞു നിന്ന് വേണം ആ ഒരു ടണലിലൂടെ പോകാനായിട്ട്. എന്തായാലും ആ ഒരു ടണലിലൂടെ ഇവർ മുന്നോട്ടേക്ക് പോയ സമയത്ത് ഈ ആസിഡ് എല്ലാം ദേഹത്തായാൽ ശരീരം ഉരുകി പോയില്ലേ, ആ അവസ്ഥയിൽ ജോണിന്റെ ഡെഡ് ബോഡി അവിടെ കിടക്കുന്നത് ഇവര് കാണുകയാണ്. ഞെട്ടിപ്പോയി. അതുപോലെ വേറൊരു കാഴ്ചയോടെ ഇവര് കാണുന്നുണ്ട്. ഒരുപാട് മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ അവിടെ അങ്ങനെ കൂമ്പാരമായിട്ട് കിടക്കുകയാണ്. അതേ നിമിഷം തന്നെ ക്യാപ്റ്റന് ഒരു കാര്യം മനസ്സിലായി. അതായത് ഇത് വെറുതെ കാലിയായി കിടക്കുന്ന വെറും ഒരു ഗുഹയല്ല. ഇവിടെ നരഭോജികളായിട്ടുള്ള മനുഷ്യനെ വേട്ടയാടുന്ന എന്തൊക്കെയോ മൃഗങ്ങളുണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. എന്നാൽ ആ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ഇവര് രണ്ടുപേരെയും ആരോ പിന്നിൽ നിന്ന് മടിക്കുകയാണ്. അവരുടെ ബോധം പോയി. ഇതേ സമയം തന്നെ പട്ടാളക്കാരിൽ ചില ആൾക്കാർ അവർക്ക് ഇപ്പോഴും ആ ഒരു നിധി കണ്ടുപിടിക്കണം. വേരന്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു അത്യാഗ്രഹം ഇവരുടെ ഉള്ളിലേക്കും ഇപ്പൊ വന്നിരിക്കുകയാണ്. ഇവർക്ക് ഒറ്റയ്ക്ക് ആ ഒരു നിധി എടുക്കണമെന്ന് കരുതിയിട്ട് അവിടെ കണ്ട ഏതൊക്കെയോ ഗുഹയുടെ ഉള്ളിലേക്കെല്ലാം ഇവരെങ്ങനെ കയറി പോകുന്നുണ്ട് കേട്ടോ. ഒരു വ്യത്യസ്തമായ ഒരു സ്ഥലത്ത് ഇപ്പൊ എത്തുന്നുണ്ട്. പെട്ടെന്നാണ് ഇവരുടെ നേരെ കണ്ടാൽ മനുഷ്യരെ പോലെ തോന്നുന്ന ചില ആൾക്കാര്, മനുഷ്യരാണോ മൃഗമാണോ എന്നൊന്നും പറയാൻ പറ്റുന്നില്ല, അത് ഇവർക്ക് നേരെ ചാടി വീഴുന്നത്. മൃഗീയമായിട്ട് ഇവരെ അത് ഉപദ്രവിക്കാൻ നോക്കുകയാണ്. കയ്യിലുള്ള ഗണ്ണ് വെച്ച് അതിനെ ഷൂട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഒരെണ്ണം ചത്തുപോയിട്ടുണ്ട്. അതിന്റെ മുഖത്ത് ഒരു പ്രത്യേകതരം ഇരുമ്പിന്റെ മാസ്ക് ഉണ്ടായിരുന്നു. സിനിമയുടെ ആരംഭത്തിൽ ആ ലോക്കൽ റൗഡിക്ക് കിട്ടിയ അതേ രൂപത്തിലുള്ള മാസ്ക്, അതാണ് ഇവരുടെ കയ്യിൽ ധരിച്ചിരിക്കുന്നത്. എന്തായാലും ഇതൊന്നും ഒരിക്കലും യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളെയല്ല. ഇവരുടെ ദേഹത്തെല്ലാം ആരോ ഇതിങ്ങനെ വെച്ചു കൊടുത്തതാണ്. എന്തായാലും പട്ടാളക്കാർ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ച് ഓരോന്നിനെയും ഷൂട്ട് ചെയ്തിടുമ്പോൾ വീണ്ടും വീണ്ടും അങ്ങനെയുള്ളത് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അവിടെ കേൾക്കുന്നത് ഈ പട്ടാളക്കാരുടെ ഒരു അലർച്ചയാണ്. എല്ലാത്തിനെയും കൊന്നുകളഞ്ഞു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു കാലത്ത് ഈ വന്ന മൃഗങ്ങളെല്ലാം മനുഷ്യരായിരുന്നു. ഏകദേശം മനുഷ്യരൂപം അവർക്കുണ്ട്. ഇതേ നേരം ഈ വലിയ അണ്ടർഗ്രൗണ്ട് ബേസ്മെന്റിന്റെ ഏതോ ഒരു ഭാഗത്തെ ഒരു ഗുഹയുടെ ഉള്ളിൽ ബോധമില്ലാതെ കിടക്കുന്ന നമ്മുടെ ക്യാപ്റ്റനെയും അതുപോലെ തന്നെ റിയോയും കാണിക്കുകയാണ്. ഇപ്പൊ റിയോയ്ക്കും അതുപോലെ തന്നെ ക്യാപ്റ്റനും ബോധം വന്നു. ഇവര് നോക്കുമ്പോൾ ഇവരുടെ മുന്നിൽ പഴയ ഒരു വെപ്പൺ എടുത്തുകൊണ്ട് മുഖം മൂടി ധരിച്ച ഒരാൾ ഇവരുടെ മുന്നിൽ നിൽക്കുകയാണ്. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നൊക്കെ റിയോ ചോദിച്ചപ്പോൾ ഇപ്പൊ അയാൾ പറയാണ്, ഞാൻ ജപ്പാൻ പട്ടാളത്തിലെ ഒരു സോൾജിയറാണ്. ഇയാളുടെ സംസാരവും അതുപോലെ തന്നെ പെരുമാറ്റവും കണ്ടപ്പോൾ ക്യാപ്റ്റനും റിയോയും ആ കാര്യം മനസ്സിലാക്കുകയാണ്. അതായത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജപ്പാൻ പട്ടാളത്തിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു ഇത്. എന്നാൽ എങ്ങനെ ഇത്രയും വർഷമായിട്ട് മരിക്കാതെ ഇയാൾ ഈ ഒരു ഗുഹയിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നു? ഇപ്പൊ വളരെ ശാന്തമായിട്ട് ക്യാപ്റ്റൻ പറയാണ്, പ്ലീസ് നിങ്ങൾ ഞങ്ങളൊന്നും ചെയ്യരുത്, ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതൊന്നുമല്ല. എന്നാൽ മുഖംമൂടി ഊരാതെ ആ ഒരു പട്ടാളക്കാരൻ പറയാണ്, ഇല്ല, എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല, മര്യാദക്ക് നിങ്ങൾ കീഴടങ്ങിക്കോ, എന്നെയും എന്റെ രാജ്യത്തെയും തോൽപ്പിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അതായത് ഈ ജപ്പാൻ സോൾജിയർ ഇയാൾ ഇപ്പോഴും വിചാരിക്കുന്നത് പുറത്ത് ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധം അത് അവസാനിച്ചിട്ടില്ല. ജപ്പാൻ ഇപ്പോഴും പവർഫുൾ ആയിട്ട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു വിശ്വാസത്തിലായിരുന്നു ഇയാൾ ഇപ്പോഴും. എന്നാൽ അപ്പൊ തന്നെ ക്യാപ്റ്റൻ പറയുന്നുണ്ട്, യുദ്ധമെല്ലാം കഴിഞ്ഞു, ജപ്പാൻ തോറ്റുപോയി, കീഴടങ്ങി, ഒരുപാട് വർഷങ്ങളായി. എന്നാൽ ഇത് കേട്ട സമയത്ത് ഈ ജപ്പാൻ പട്ടാളക്കാരൻ ആകെ ഞെട്ടിപ്പോണ്. എന്ത്, ജപ്പാൻ തോറ്റെന്നോ? അയാളൊന്ന് പകച്ചുപോയ സമയം നോക്കി ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം പെട്ടെന്ന് തന്നെ ക്യാപ്റ്റൻ മേടിച്ചെടുക്കുകയാണ്. മാത്രമല്ല അയാളുടെ തലയിലെ ആ ഒരു മുഖംമൂടി വലിച്ചൂരുന്നുണ്ട് കേട്ടോ. ശരിക്കും അയാളുടെ മുഖം കണ്ടപ്പോൾ ക്യാപ്റ്റനും റിയോയും ആകെ പേടിച്ചുപോയി. ഒരു എന്താ പറയാ, ഭയങ്കരമായ വാർദ്ധക്യം വന്ന ഒരാളുടെ മുഖം ഉണ്ടാവുമല്ലോ, ഒരു പ്രേതത്തിനെ പോലെ, അങ്ങനെയാണ് ശരിക്കും അയാളുടെ ആ ഒരു മുഖം. പക്ഷേ ഈ പട്ടാളക്കാരൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ജപ്പാൻ തോറ്റു, അതുപോലെ തന്നെ യുദ്ധം കഴിഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ റിയോ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഫോണിൽ ജപ്പാൻ കീഴടങ്ങിയ ആ ഒരു വീഡിയോ, അതുമായി ബന്ധപ്പെട്ട ഓരോ വാർത്തകൾ, ഇതെല്ലാം ഇയാൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇതൊന്നും കണ്ട് ഈ പട്ടാളക്കാരന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത്രയും വർഷം അപ്പൊ ഞാൻ ജീവിച്ചിരുന്നത് ഒരു നുണയുടെ പുറത്തായിരുന്നു. അപ്പൊ ഞാനൊരു വിഡ്ഢിയല്ലേ, മണ്ടത്തരല്ലേ ഞാൻ കാണിച്ചത്? കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് ഇതാ ഈ കിടക്കുന്ന എന്റെ കൂട്ടുകാരൻ മരിച്ചുപോയത്. ഈ സത്യമല്ല
ഇതെല്ലാം ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഇവനെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കി ഈ പട്ടാളക്കാരനാകെ ഭ്രാന്തനെ പോലെ പെരുമാറുകയാണ്. എന്നാൽ ക്യാപ്റ്റൻ ആണെങ്കിൽ കയ്യിലെ ആയുധം ഇപ്പോഴും താഴെ വെച്ചിട്ടില്ല. ഇയാൾ എങ്ങാനും അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഇപ്പോഴും ആ ആയുധം കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ. ഈ സമയത്താണ് ക്യാപ്റ്റനും റിയും ഒരു കാര്യം ഈ ജപ്പാൻ പട്ടാളക്കാരനോട് ചോദിക്കുന്നത്. യുദ്ധം കഴിഞ്ഞു, ജപ്പാൻ കീഴടങ്ങി, എത്ര വർഷങ്ങളായി എന്നറിയോ? എന്നാൽ ഇപ്പോഴും നിങ്ങൾ എന്തുകൊണ്ട് മരിച്ചില്ല? എങ്ങനെയാണ് ഇത്രയും വർഷമായിട്ട് നിങ്ങൾ മരിക്കാതെ ജീവിച്ചിരിക്കുന്നത്? ഇപ്പൊ അവിടെ ഇരുന്ന് ശാന്തനായിട്ട് തന്നെ ആ ഒരു പട്ടാളക്കാരൻ സംസാരിക്കുകയാണ്. അന്ന് ഇവിടെ ഒരുപാട് സയന്റിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഞങ്ങളെ എല്ലാവരെയും അവർ പറഞ്ഞ് പറ്റിച്ചു കളഞ്ഞു. ഞങ്ങളുടെ ആരോഗ്യമെല്ലാം കൂടുമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ദേഹത്ത് പലതരം മരുന്നുകൾ അവർ കുത്തിവെച്ചു. ഓരോ ആൾക്കാരുടെ ദേഹത്തും പലതരത്തിലുള്ള മരുന്നുകളാണ് അവർ കുത്തിവെച്ചത്. പിന്നീടുള്ള ദിവസങ്ങളിൽ പല ആളുകൾക്കും പല ബുദ്ധിമുട്ടുകളാണ് വന്നത്. അവസാനം കണ്ടില്ലേ, എന്നെ പോലെ വേറെയും കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവര് പറഞ്ഞത് ആ ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ആരും മരണപ്പെടില്ല, ഭയങ്കര ആരോഗ്യമായിരിക്കും എന്നൊക്കെയാണ്. പക്ഷേ ഇത് വല്ലാത്തൊരു ശാപം തന്നെ. എത്ര വർഷമായിട്ട് ഞാനൊന്നും മരിക്കുന്നില്ലല്ലോ. എന്റെ ശരീരം പല ഭാഗത്തായിട്ട് അഴുകിക്കൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് ഞാൻ മരിക്കുന്നില്ല. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സയന്റിസ്റ്റുകളും ഞങ്ങളുടെ എല്ലാവരുടെയും ദേഹത്ത് പരീക്ഷണങ്ങൾ ചെയ്തു കഴിഞ്ഞ് പുറത്തേക്ക് പോകാനുള്ള വഴിയൊന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരില്ല. അവർക്ക് മാത്രമേ അതൊക്കെ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പുറത്തേക്ക് എങ്ങനെ കടക്കണം എന്ന് പോലും ഇത്രയും കാലമായിട്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല. സത്യം പറഞ്ഞാൽ ആ സയന്റിസ്റ്റുകൾ അവർക്ക് വേണ്ടിയിരുന്നത് നല്ല ശക്തിയുള്ള പട്ടാളക്കാരെ ആയിരുന്നില്ല, മോൺസ്റ്റേഴ്സിനെ ആയിരുന്നു. ഒരിക്കലും മരിക്കാത്ത മൃഗങ്ങളെ ആയിരുന്നു. അങ്ങനെ ഒരു ആർമി അത് ഉണ്ടാക്കാനുള്ള വലിയൊരു പ്ലാനിലായിരുന്നു അവർ. അത് വിജയിച്ചോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്നെ കണ്ടോ, എന്റെ ഈ രൂപം കണ്ടോ? ഞാനൊക്കെ അവരുടെ ലാബിലെ വെറും എല്ലികൾ മാത്രമാണ്. കണ്ണ് നിറഞ്ഞുകൊണ്ട് ആ ഒരു പട്ടാളക്കാരൻ അയാളുടെ പഴയ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇതേ നേരം തന്നെ പട്ടാളക്കാരൻ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇവിടെ നിന്ന് പുറത്തു കിടക്കാനായിട്ട് ഒരു വഴിയുണ്ട്, അതെനിക്കറിയാം. പക്ഷേ അതിലൂടെ പോകുന്നത് കുറച്ച് അപകടമാണ്, വളരെ ഡേഞ്ചറാണ്. ഇതേ സമയം തന്നെ മറ്റൊരു സ്ഥലത്താണ് വാരൻ, അതുപോലെ തന്നെ പട്ടാളക്കാരിൽ വേറെ ചില ആൾക്കാർ. വാരൻ ഇത്രയൊക്കെ നടന്നിട്ടും ഇപ്പോഴും ആ ഒരു നിധി എവിടെയാണെന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ഒരു പട്ടാളക്കാർ ശരിക്കും ഭയന്നതുകൊണ്ട് തന്നെ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടു പോകാനുള്ള ആ ഒരു വഴി, അതായത് പുറത്തേക്ക് കിടക്കാനുള്ള വഴി അവരിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു രക്ഷയില്ല. പെട്ടെന്നാണ് ഇവരുടെ നേരത്തെ കണ്ടതുപോലെയുള്ള ഒരു മോൺസ്റ്റേഴ്സ് ചാടി വീഴുന്നത്. അത് ആദ്യം തന്നെ വന്ന് പിടിച്ചത് വാരനെയായിരുന്നു. ഈ സമയത്ത് ടൈഗർ ഒന്നും നോക്കിയില്ല, ഇതിനെ വെടിവെച്ച് കൊന്നുകളയാണ്. അത് മരിച്ചതിന് ശേഷം അതിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഇവർ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ. മനുഷ്യരൂപമുള്ള ഒരു മോൺസ്റ്റർ, അതിന്റെ ശരീരത്തിന്റെ പല ഭാഗവും ചീഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഇത് ജീവനോടെ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കണമെങ്കിൽ എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്. എന്തൊക്കെയോ ചില പരീക്ഷണങ്ങൾ ഇതിന്റെ ദേഹത്ത് നടത്തിയിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഇതൊരു മനുഷ്യനായിരുന്നു. മനുഷ്യനെ പരീക്ഷണങ്ങൾ നടത്തി ഈ രൂപത്തിലേക്ക് മാറ്റിയതാണ്. ഉറപ്പായിട്ടും ഇതുപോലെ വേറെയും ഉണ്ടാകും. ഇതേ നേരം മറ്റൊരു ഭാഗത്ത് ക്യാപ്റ്റനും അതുപോലെ തന്നെ റിയോ, പിന്നെ ആ ഒരു ജപ്പാൻ പട്ടാളക്കാരൻ, അയാൾ ആ ഒരു വഴി ഉണ്ടെന്ന് പറഞ്ഞല്ലേ, ആ വഴിയിലൂടെ ഇവർ പുറത്തേക്ക് കടക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ പുറത്തേക്ക് കടക്കാൻ കഴിയാതെ വാരനും ബാക്കിയുള്ള ആ ഒരു പട്ടാളക്കാരും കൂടെ ഇവിടെ നിന്നും, അതായത് അവർ നിന്ന ഭാഗത്ത് നിന്നും മറ്റൊരു അറയിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ എത്തി നോക്കുമ്പോൾ അതും വലിയൊരു പരീക്ഷണശാല തന്നെയായിരുന്നു. ഒരുപാട് ടേബിളുകൾ, ഓപ്പറേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ഗ്ലാസ് ജാറുകളിൽ മനുഷ്യന്റെ അവയവങ്ങൾ, അതുപോലെ തന്നെ ഭീകരമായ രീതിയിൽ ഒരു മനുഷ്യന്റെ ശരീരം അവിടെ മാറിക്കെടുക്കുകയാണ്. അതിൽ വലിയ എന്തോ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. അതിൽ നിന്നും വല്ലാത്ത ദുർഗന്ധവും വരുന്നുണ്ട്. മാത്രമല്ല അതിനെ കാണുമ്പോൾ പേടിയാവുന്നുണ്ട്. അതായത് വാരനും അതുപോലെ തന്നെ അവന്റെ ഗേൾ ഫ്രണ്ട് ഇവരൊക്കെ ചിന്തിക്കുന്നത് ഒരു മനുഷ്യനെയല്ലേ ഈ രൂപത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. അപ്പൊ ആ മാറ്റിയ സമയത്ത് ഈ മനുഷ്യൻ എത്രത്തോളം വേദന സഹിച്ചിട്ടുണ്ടാവും എന്ന ഏറ്റവും വലിയ തമാശ എന്താന്ന് വെച്ചാല്, ഇത്രയൊക്കെ കൺമുന്നിൽ കണ്ടിട്ടും ഈ വാരന് അവൻ ഇപ്പോഴും വേണ്ടത് ആ നിധി തന്നെയാണ്. അത് എവിടെയായിരിക്കും എന്നുള്ള ആ ഒരു ചിന്തയിലാണ് മനുഷ്യരായ ഇത്രയൊക്കെ ആർത്തി ഉണ്ടാവുമോ? ജീവനേക്കാൾ വലുതാണ് സമ്പത്ത്, നിധി എന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുമോ? എന്തായാലും അവസാനം വാരൻ ഒരു കാര്യം കണ്ടുപിടിക്കുകയാണ്, ശരിക്കുമുള്ള നിധി അതെന്താണെന്ന്. അതായത് അവിടെ ഉണ്ടായിരുന്ന ഒരു ടേബിള്, ഒരു സിറിഞ്ച് ഉണ്ടായിരുന്നു. അവൻ അതെടുത്ത് നോക്കി. സ്വർണ്ണ നിറത്തിലുള്ള എന്തോ ഒരു മരുന്ന് അതിലുണ്ടായിരുന്നു. കുറച്ചു നേരം അതിലേക്ക് നോക്കിയപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. സത്യം പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു നടന്ന ആ നിധി അത് മറ്റൊന്നുമല്ല, ഈ കാണുന്ന ഈ സിറിഞ്ചിന്റെ ഉള്ളിൽ കാണുന്ന ഈ മരുന്ന് തന്നെയാണ്. അതായത് ജാപ്പനീസ് സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ച ഈ ഫോർമുല തന്നെയാണ് ആ വലിയ നിധി. ഇപ്പൊ അവന്റെ അടുത്തേക്ക് വന്ന അവന്റെ ഗേൾ ഫ്രണ്ട് ഏഞ്ചൽ പറയാണ്, എടാ ഈ മരുന്ന് കൊണ്ടുപോയിട്ട് ബ്ലാക്ക് മാർക്കറ്റിൽ വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കാത്ത അത്രയും വലിയൊരു പണമായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇപ്പോ വേറെനും പറയാണ്, ശരിയാണ്, അപ്പൊ നമ്മൾ തേടി വന്ന നിധി നമുക്ക് കിട്ടി. മറ്റാരും കാണാതെ അവരുടെ ബാഗിലേക്ക് ആ സിറിഞ്ച് അവരിട്ട് വെക്കാണ്. അതിൽ ആ ഒരു മരുന്നുണ്ട് കേട്ടാ. ഇതെങ്ങാനും പുറം ലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തെല്ലാം അപകടങ്ങൾ ഉണ്ടാവുമെന്ന് ഈ മണ്ടനും മണ്ടിയും ചിന്തിക്കുന്നില്ലല്ലോ. ഇതേ നേരം സ്റ്റാൻലിയും അതുപോലെ തന്നെ ടൈഗറും കൂടെ പുറത്തേക്ക് കടക്കാനുള്ള വഴി എങ്ങനെയും കണ്ടെത്തണമല്ലോ. അപ്പൊ അവര് വലിയൊരു സ്റ്റീൽ ഡോർ കണ്ടുപിടിക്കുകയാണ്. അവര് വിചാരിച്ചു ഇതായിരിക്കും ആ ഒരു പ്രധാന വാതിൽ എന്ന്. എന്തായാലും അവർ ആ ഒരു വാതിൽ തുറക്കുകയാണ്. നേരിയ രീതിയിൽ വെളിച്ചം അതിന്റെ ഉള്ളിലേക്ക് ഇപ്പൊ വരുന്നുണ്ട്. എന്നാൽ അത് തുറന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ കണ്ട കാഴ്ച അത് അവരെ പേടിപ്പിച്ചു കളഞ്ഞു. അനങ്ങാതെ നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുടെ ഒരു സൈന്യം തന്നെ ആ ഹാളിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നേരത്തെ നമ്മുടെ ക്യാപ്റ്റനോട് മരിക്കാത്ത ആ ഒരു ജപ്പാൻ പട്ടാളക്കാരൻ പറഞ്ഞ കാര്യം, അതായത് ജപ്പാൻ സയന്റിസ്റ്റുകളുടെ ലക്ഷ്യം തന്നെ ഒരിക്കലും മരണമില്ലാത്ത മോൺസ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരു മനുഷ്യരുടെ ഒരു പടയെ തന്നെ ഉണ്ടാക്കണമെന്നാണ്. എന്നാൽ
എന്നാൽ സത്യത്തിൽ അവർ അതിൽ സക്സസ്ഫുൾ ആയിരുന്നു. അവരുണ്ടാക്കി വെച്ച മനുഷ്യരെ മോൺസ്റ്റേഴ്സ് ആക്കി മാറ്റിയ ആ ഒരു സൈന്യമാണ് ഇപ്പൊ ആ ഒരു ഹാളിൽ നിൽക്കുന്നത്. ഒരുപാട് വർഷമായിട്ട് അതിന്റെ ഉള്ളിലേക്ക് വെളിച്ചം പോലും കടന്നിട്ടില്ലായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അതിന്റെ ഉള്ളിലേക്ക് വെളിച്ചം വന്നപ്പോ ഉറങ്ങിക്കിടന്നിരുന്ന ആ സൈനികർ ഇപ്പൊ കണ്ണു തുറക്കുകയാണ്. വെറും സൈനികരല്ല, മരണമില്ലാത്ത, വേദന എന്താണെന്ന് പോലും അറിയാത്ത ഭീകര ജന്തുക്കളാണത്. ഒരിക്കലും അവറ്റകളെ മനുഷ്യർ എന്ന് വിളിക്കാൻ കഴിയില്ല. എന്തായാലും ഈ വെളിച്ചം വന്നതോട് കൂടിയിട്ട് പതിയെ ഓരോന്നും കണ്ണു തുറക്കാൻ തുടങ്ങുകയാണ്. അവരുടെ കഴുത്തും കൈയും കാലും ഇതെല്ലാം അനങ്ങാൻ തുടങ്ങി. അപകടം മനസ്സിലായ ടൈഗറും അതുപോലെ തന്നെ സ്റ്റാൻലിയും കൂടെ അവിടെ ഓടി രക്ഷപ്പെടാൻ നോക്കി. എന്നാൽ അപ്പോഴേക്കും ടൈഗറിന്റെ ദേഹത്ത് ഒരുപാട് വാളുകൾ ഒരേ സമയം വന്ന് കയറുകയാണ്. അതായത് അവിടെ ഉറങ്ങിക്കിടന്നിരുന്നത് വെറും മോൺസ്റ്റേഴ്സ് മാത്രമല്ല, നന്നായിട്ട് വാൾപ്പയറ്റ് ചെയ്യാൻ അറിയുന്ന പോരാളികൾ തന്നെയാണ്. സ്റ്റാൻലി ഒഴികെ ബാക്കിയുള്ള എല്ലാ പട്ടാളക്കാരെയും അവർ കൊന്നുകളിയാണ്. ഇപ്പൊ സ്റ്റാൻലി അതുപോലെ തന്നെ വാരനും ഏഞ്ചലും കൂടെ അവിടെ ഓടി രക്ഷപ്പെടുകയാണ്. അവരിപ്പോ വന്നത് നേരത്തെ ജോണിനെ പിടിച്ചുകൊണ്ട് ആ ഒരു ടണൽ ഉണ്ടല്ലോ, അതിലൂടെയാണ് ഇപ്പൊ അവർ വരുന്നത്. അവിടെ ഇപ്പൊ ജോണിന്റെ ആ ഒരു ഡെഡ് ബോഡി ഇവർ കാണുന്നുണ്ട്. കൂടെ തന്നെ ഒരുപാട് മനുഷ്യരുടെ അസ്ഥികൂടങ്ങളും കാണുന്നുണ്ട്. അതായത് ഈ ഒരു വലിയ ഗുഹയുടെ ഉള്ളിൽ ഒറ്റൊരു തരം മോൺസ്റ്റേഴ്സ് അല്ല, പല ജാതി ഐറ്റങ്ങളാണ് ഉള്ളത്. കാരണം സയന്റിസ്റ്റുകൾ ഓരോ മനുഷ്യരുടെ ദേഹത്തും വ്യത്യസ്തമായിട്ടുള്ള മരുന്നുകളാണല്ലോ കുത്തിവെച്ചത്. എന്തായാലും ഈ സമയത്ത് ഇവർ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഇമോർട്ടൽ ആയിട്ടുള്ള ഇവരുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ആർമിയാണ്. കാരണം അവർ വെറും ഒരു മോൺസ്റ്റർ അല്ല, നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയുന്ന, ചിന്തിക്കാൻ കഴിയുന്ന മോൺസ്റ്റേഴ്സ് ആണ്. എന്തായാലും ഇവരിങ്ങനെ രക്ഷപ്പെട്ടു പോകുന്ന സമയത്ത് വാരൻ ആകെ തളർന്നു പോവാണ്. അതുപോലെ തന്നെ ഇവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ക്യാപ്റ്റനെയും അതുപോലെ തന്നെ റിയോയും കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ. അതുവഴിയേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് ഈ സ്റ്റാൻലിക്ക് വരെ മനസ്സിലായി. എന്തായാലും ഇപ്പൊ വാരൻ ദേഹത്ത് ഒരുപാട് മുറിവുകളായതുകൊണ്ട് തന്നെ അവിടെ തളർന്നു വീഴുകയാണല്ലോ. എന്തായാലും അവന്റെ അവസ്ഥ കണ്ട സമയത്ത് അവന്റെ ഗേൾ ഫ്രണ്ടിന് ഒരു കാര്യം മനസ്സിലായി. അതായത് ഏഞ്ചലിന് ഒരു കാര്യം മനസ്സിലായി. ഇവൻ എന്തായാലും ഇനി ജീവിക്കാൻ പോകുന്നില്ല, ഏകദേശം മരിക്കാനായിട്ടുണ്ട്. ആ സമയത്ത് ഒരു ഭ്രാന്തമായ ഐഡിയ അവൾക്ക് തോന്നുകയാണ്. അതായത് നേരത്തെ ആ ഒരു ലാബിൽ നിന്നും ഇവർ ആ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. അതായത് പണ്ടത്തെ ജാപ്പനീസ് സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ച ആ ഒരു മരുന്ന്, അതുള്ള ആ ഒരു ഇഞ്ചക്ഷൻ അതെടുത്ത് ഇവന്റെ ദേഹത്ത് കുത്തിവെക്കാൻ അവൾ തീരുമാനിക്കുകയാണ്. ഒന്നും ആലോചിക്കാതെ അവൾ അത് ചെയ്യാണ്. അവന്റെ കഴുത്തിൽ ആ മരുന്ന് കുത്തിവെക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ക്യാപ്റ്റനും അതുപോലെ തന്നെ റിയോവും വരുന്നുണ്ട്. എന്നാൽ അവരെ കൊണ്ട് ഏഞ്ചൽ ചെയ്ത ആ ഒരു കാര്യത്തിനെ തടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. പൂർണ്ണമായിട്ടും വാരന്റെ ഉള്ളിലേക്ക് ആ ഒരു മരുന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഏഞ്ചൽ വിചാരിച്ചതുപോലെ തന്നെ ആ മരുന്ന് ഉള്ളിലേക്ക് എത്തിയപ്പോൾ വാരന്റെ ആരോഗ്യം കൂടുക അല്ലെങ്കിൽ അവന്റെ ശക്തി കൂടുകയല്ല ചെയ്തത്. പൂർണ്ണമായിട്ടും അവന്റെ ഉള്ളിലെ ആ ഒരു മനുഷ്യൻ ചത്തു, പകരം മറ്റൊരു മോൺസ്റ്റർ ആയിട്ട് മാറുകയാണ്. മോൺസ്റ്ററായി മാറിക്കഴിഞ്ഞ ഉടനെ തന്നെ അവൻ ചെയ്യുന്നത് ഏഞ്ചലിന്റെ തല പിടിച്ച് അവിടെ ഉണ്ടായിരുന്ന കല്ലിലിട്ട് ഒറ്റട്ടിയാണ്. സ്പോട്ടിൽ അവൾ മരിച്ചുപോയി. അപകടം മനസ്സിലായ ക്യാപ്റ്റൻ, റിയോ അതുപോലെ തന്നെ സ്റ്റാൻലി ഇവരവിടെ ഓടി രക്ഷപ്പെടുകയാണ്. ഇവരുടെ കൂടെ തന്നെ വർഷങ്ങളായിട്ട് ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരു ജപ്പാൻ പട്ടാളക്കാരനുണ്ട് കേട്ടോ. എന്നാൽ ഒരു ഘട്ടത്തിൽ ആ പട്ടാളക്കാരന് മനസ്സിലായി രക്ഷയില്ല, ആ ഇമോർട്ടൽ ആയിട്ടുള്ള പട്ടാളക്കാർ ഇവരുടെ പിന്നാലെ തന്നെയുണ്ട്. അതുകൊണ്ട് ഇവരെ മൂന്നുപേരെയും രക്ഷപ്പെടുത്താനായിട്ട് ഈ ജപ്പാൻ സോൾജിയർ അയാളുടെ ജീവൻ ബലി കൊടുക്കാന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ രക്ഷപ്പെട്ടോ, അവരെ ഞാൻ തടുത്തോളാന്ന് പറയാണ്. പിന്നീട് ജപ്പാൻ സോൾജിയർ പറഞ്ഞ ആ ഒരു വഴിയിലൂടെ ഇവര് മൂന്നുപേരും പോവാണ്. എന്നാൽ അല്പനേരം കൊണ്ട് തന്നെ ജപ്പാൻ സോൾജിയറിന്റെ കരച്ചിലാണ് ഇവർ കേൾക്കുന്നത്. കാരണം ആ ഒരു ഇമോർട്ടൽ ആയിട്ടുള്ള മോൺസ്റ്റേഴ്സ് അയാൾ വളരെ എളുപ്പത്തിൽ കൊന്നുകളഞ്ഞു. മാത്രമല്ല അധികം വൈകാതെ അങ്ങോട്ടേക്ക് എത്തിയ ആ ഒരു ഇമോർട്ടൽ സോൾജിയേഴ്സ് ക്യാപ്റ്റനെയും അതുപോലെ തന്നെ സ്റ്റാൻലിയും പിടികൂടുകയാണ്. പരമാവധി പറ്റാവുന്ന രീതിയിൽ ഇവർ രണ്ടുപേരും പോരാടി നോക്കി. രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നതിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്കില്ലുള്ള ആൾക്കാരാണ്. എന്നിട്ട് പോലും അവർക്ക് ഈ ഇമോർട്ടൽസിനോട് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല കേട്ടോ. രണ്ടുപേരെയും അവസാനം ഇമോർട്ടൽ ആയിട്ടുള്ള ഈ മോൺസ്റ്റേഴ്സിന്റെ സോൾജിയേഴ്സ് കൊന്നുകളയാണ്. എന്നാൽ ആ ഒരു ഗ്യാപ്പിന് ജപ്പാൻ സോൾജിയർ പറഞ്ഞതുപോലെ ആ രഹസ്യമായ വഴിയിലൂടെ നമ്മുടെ റിയോ മാത്രം പുറത്തേക്ക് കിടക്കണം. അതായത് ഒരു വെള്ളക്കെട്ടുണ്ട്, ആ വെള്ളക്കെട്ടിന്റെ ഉള്ളിലേക്ക് ചാടി അവിടെ ചെറിയൊരു ഗേറ്റ് ഉണ്ടായിരുന്നു, അതും തുറന്ന് ആ വെള്ളത്തിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് നീന്തി പോകണം. അങ്ങനെ ആ വെള്ളക്കെട്ടിലൂടെ റിയോ പോയി അവസാനം മുകളിലേക്ക് പൊന്തി വന്നപ്പോൾ ആ ഗുഹയുടെ പുറത്തുണ്ടായിരുന്ന ചെറിയൊരു കുളത്തിന്റെ ഭാഗത്തേക്കാണ് അവള് പൊന്തി വന്നത്. എങ്ങനെയൊക്കെയോ ശ്വാസം കിട്ടാതെ അവള് നീന്തി നീന്തി വന്ന് കരയിലേക്ക് അങ്ങ് വന്ന് കിടക്കുകയാണ്. രക്ഷപ്പെട്ടു, ഞാൻ രക്ഷപ്പെട്ടു എന്ന ആശ്വാസത്തിൽ അവൾ അങ്ങനെ കിടക്കുന്ന സമയത്ത് ദാണ്ടെ അവളുടെ പിന്നാലെ തന്നെ ഒരു ഇമോർട്ടൽ സോൾജിയർ കയറി വരികയാണ്. അതിനെ കണ്ട് പേടിച്ചു പോയ റിയോക്ക് എഴുന്നേറ്റ് ഓടാൻ വരെ കഴിയുന്നില്ല. എന്തായാലും അവളുടെ കഴുത്തിന് തൂക്കി പിടിച്ചെടുക്കുകയാണ് ആ സോൾജിയർ. പിന്നീട് കേൾക്കുന്നത് റിയോ അവളുടെ ദയനീയമായ കരച്ചിലാണ്. അതായത് അവള് മരിച്ചു കഴിഞ്ഞു. അങ്ങനെ അവസാനം നിധി തേടി ഇങ്ങോട്ടേക്ക് വന്ന എല്ലാവരും മരണപ്പെട്ടു കഴിഞ്ഞു. ഇതുകൊണ്ട് തീർന്നോ? ഇല്ല. ഒരു ഇമോർട്ടൽ സോൾജിയർ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. രണ്ടാമത് മറ്റൊരെണ്ണം കൂടെ പൊന്തി വരികയാണ്. മൂന്നാമത് വേറെണ്ണം കൂടെ. അങ്ങനെ എല്ലാം കൂടെ പുറത്തേക്ക് വരികയാണ്. ഒരു തരി പോലും മനസാക്ഷിയില്ലാത്ത, വേദന എന്താണെന്ന് പോലും അറിയാത്ത, മരണമില്ലാത്ത ഇജാതി ഐറ്റങ്ങൾ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി എന്താ ഉണ്ടാകാൻ പോവാന്ന് നമുക്ക് എന്തായാലും ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്തായാലും ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. അപ്പൊ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.